ഹലോ നമസ്കാരം സംസാരം ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്കമാലിയിലാണ്. അപ്പം അങ്കമാലിയിൽ വന്നാൽ നമുക്ക് പോർക്കിൻ്റെ ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തുകാരുടെ ഒരു സ്പെഷ്യലാണ് പോർക്കിൻ്റെ പല ഐറ്റംസുകൾ. അങ്ങനെ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അങ്കമാലിയിലെ താടിക്കാരൻ ടച്ചിങ്സ് എന്ന് പറഞ്ഞ ഒരു കടയിലാണ്. ഒരു ബീച്ച് സൈഡിലെ കഫേ പോലത്തെ ഒരു അടിപൊളി കടയാണ്. പോർക്കിൻ്റെ വെറൈറ്റി ഐറ്റംസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നതും ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതും. അപ്പം നമുക്ക് താമസിക്കാതെ തന്നെ അങ്ങോട്ട് പോവാം. വാ. അങ്കമാലിക്കാരുടെ താടിക്കാരൻ, സ്വന്തം താടിക്കാരൻ ചേട്ടനാണ് നമ്മുടെ നിൽക്കുന്നത്. ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എടുത്ത് നല്ല മഴ, ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അല്ലെങ്കിൽ നല്ല ചൂടാണ്. നമുക്കൊരു പൂരപ്പറമ്പ് പോലെ കിടക്കുന്ന ഒരു പ്ലേസ് ആണത്. അതുകൊണ്ട് ചൂട് ഭയങ്കരമാണ്. ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ചൂടാണ്. മഴ പെയ്ത ഒരു ആശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഇത് ചോരും ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ചോരും. പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ചെറിയൊരു മഴയത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. അതെന്താ ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിന്? ഇവിടെ ചുള്ളി മാറി നമ്മുടെ ഒരു ബീച്ച് സൈഡിലൊക്കെ കഫ പോലെ അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ വലിയ വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവരും ഔട്ട്ഡോറിലേക്ക് മാറുകയാണ്. AC റൂം എല്ലാവർക്കും വേണം. എങ്കിലും ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഔട്ട്ഡോർ എവിടെയാണ്. അതായത് വലിയ ഹോട്ടലുകളാണെങ്കിലും അതിൻ്റെ റൂഫ് ഗാർഡൻ എന്നൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അടഞ്ഞിരിക്കുന്നതിനേക്കാളും ഇഷ്ടം പുറത്തിരുന്ന് കഴിക്കുന്നതാണ്. ഇപ്പോഴും അതിന്റെ കൾച്ചർ മാറി മാറി ഇപ്പൊ വണ്ടിക്കകത്ത് ഇരുന്ന് കഴിക്കാവുന്നൊരു വന്നില്ലേ. അപ്പൊ അങ്ങനെ ഓരോരോ രീതികളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു കഫേ പോലെ സെറ്റ് ചെയ്തിട്ട് കുറെ ചെടികളൊക്കെ വെച്ച് ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്ത് തരാൻ പോണേ? നമുക്ക് പോർക്ക്, അതായത് അങ്കമാലി ആയതുകൊണ്ട് തന്നെ അങ്കമാലിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് അങ്കമാലി എന്ന് പറയുന്നതാണ് കേരളത്തിന്റെ പോർക്കങ്ങാടി എന്നാണ് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാ അങ്ങനെ? അത് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഏറ്റവും കൂടുതൽ പോർക്ക് ഉണ്ടായിരുന്നു. ഇവിടുത്തെ തെരുവുകളിലെല്ലാം പോർക്കുകൾ ഇങ്ങനെ നടന്നിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും പോർക്കിന്റെ ഏറ്റവും കൂടുതൽ ഫാമുകളുള്ളത്. ഇപ്പൊ ഒരുപാട് സ്ഥലത്തായി ഫാം. എങ്കിലും ഇവിടുന്ന് തിരുവനന്തപുരം വരെ ഇവിടുന്ന് പോർക്ക് രാവിലെ കയറി പോകുന്നുണ്ട്. ഇവിടുന്ന് തൃശ്ശൂർ സൈഡിലേക്കും പോകും. തൃശ്ശൂർ സൈഡിലൊക്കെ പീച്ചി സൈഡിലൊക്കെ ഒരുപാട് പോർക്കിന്റെ ഫാമുകളായി. പക്ഷെ തെക്കോട്ട് കുറവാണ്. അത് എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ഏരിയയിലും കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി അങ്ങനെയുള്ള കുറച്ച് ഫോറസ്റ്റ് ഏരിയയുടെ അടുത്ത് മാത്രമേ ഇപ്പോൾ അവിടെയൊക്കെ ഇതുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത്. എറണാകുളം ടൗണിലേക്ക് പോകുന്ന പോർക്കുകളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത്. അത് പണ്ടുതൊട്ട് അങ്ങനെ ആയതുകൊണ്ട് പോർക്ക് ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തതും പണിയെടുത്തതും പോർക്ക്. അപ്പൊ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്കമാലി ആയതുകൊണ്ട് നമ്മളതുകൊണ്ടാണ് പോർക്കങ്ങാടി എന്ന് പറഞ്ഞിട്ട് അങ്കമാലി പോർക്കങ്ങാടി താടിക്കാരൻ്റെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ ഇട്ടേക്കുന്ന ഒരു പേരാണ് പോർക്കങ്ങാടി. ഇതിന്റെ അകത്ത് താടിക്കാരൻ്റെ ഒരു ചെറിയ കട. ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ഇന്ന് പോർക്കിന്റെ ഒരു വിഭവം ഉണ്ടാക്കാം. അതായത് പോർക്ക് വീടുകളിലെ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് 2-3 റീസൺ ഉണ്ട് ഉണ്ടാക്കാനായിട്ട്. ഇതിനകത്ത് ആൺപോർക്കും പെൺപോർക്കും വരും. അപ്പോൾ അതിന്റെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇത് കുക്കി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു 4 കിലോ പോർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഉച്ചത്തെ ഫുഡിനായിട്ടുള്ളൊരു 4 കിലോ പോർക്ക്. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ വേറെ ചെയ്യും. അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ ബിരിയാണി ആണെങ്കിൽ പോലും ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പോർക്ക് ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരിവിടെ വരുന്നത്. ഇവിടെ കൂടുതൽ പോർക്കിന്റെ ഐറ്റംസ് ആണ് പോകുന്നത്. അതെ, അതായത് അങ്കമാലിയിൽ വേറെ ഷോപ്പുകളിൽ പോർക്ക് ഇല്ല എന്നുള്ള വേറെ സത്യമാണ്. 1-2 ഷോപ്പുകൾ ഒഴിച്ച് ബാക്കി പിന്നെ എല്ലാം ബാറുകളിലെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്കമാലി കൂടെ കടന്നു പോകുന്നവർക്ക് പോർക്ക് കഴിക്കാൻ ഒരു ഏരിയ, ഒരു സ്ഥലം. അപ്പോൾ എല്ലാവർക്കും പോർക്ക് വേണം തന്നെ. പോർക്കിന്റെ മീറ്റ് നല്ല മീറ്റാണ്. ബീഫും ഫിഷും ചിക്കനൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ച് കൂടുതൽ പേര് പോർക്കിനായിട്ട് വരുന്നത്. ഇതിൽ വെളിച്ചെണ്ണ നമ്മളെല്ലാം കുക്ക് ചെയ്യുന്ന വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് വേണ്ടത് കടുക് വേണം, ഉപ്പ് വേണം, പിന്നെ സവോള വേണം, ചെറിയുള്ളി വേണം, ഇഞ്ചി, പച്ചമുളകും, പിന്നെ വറ്റൽമുളക്, വലിയ മുളക്, പിന്നെ കറിവേപ്പില, പിന്നെ മസാലയാണ് ഉള്ളത്. മസാല എന്താ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ചൂടാവണം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ആൺപോർക്ക് പെൺപോർക്ക് എന്ന് പറയുന്നുണ്ട്. ഈ ആൺപോർക്കിൻ്റെ മീറ്റിന് സ്മെല്ല് മോശം സ്മെല്ലായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളിത് ഇപ്പം ആരെങ്കിലും ആഗ്രഹിച്ച് അങ്കമാലി കൂടെ പോകുന്ന സമയത്ത് പോർക്കിറച്ചി വീട്ടിൽ മേടിച്ച് കൊണ്ടുപോകും. ഇതെന്താണെന്ന് അറിയാണ്ടാണ് ഈ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കൊണ്ടുപോയതിന് ശേഷം അത് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ല് വരും. അറിയാതെ അത് നല്ല മൂത്ത ആൺപോർക്കിനൊക്കെ ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ ഇത് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് എന്ത് കഴിക്കാനും പറ്റില്ല. ആഗ്രഹം കൊണ്ട് മേടിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അങ്കമാലിയിൽ കടകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നതൊക്കെ ഇത് പെൺപോർക്കിന്റെ ഇറച്ചിയാണ്, കാളിപ്പോർക്കും കണ്ടംപോർക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കാളിപ്പോർക്കിന്റെ ഇറച്ചിയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ കൊടുക്കുന്നത്.
പക്ഷെ ഇൻ കേസ് ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കംപ്ലൈന്റ് പറയണം, ഞങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയാവുള്ള, ഞങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയാവും. അതിന്റെ റീസൺ ഇതാണ്, ഈ പറയുന്ന കാളിപ്പോർക്കിന്റെ കണ്ടം പോർക്കിന് നമ്മൾ വ്യത്യാസമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സ്മെല്ല് ഭയങ്കര മോശമായി, നമുക്ക് കഴിക്കാൻ പറ്റില്ല. കട കിട്ടും. സവോള നമ്മൾ എത്ര സവാള എടുത്തിരിക്കുന്നത്? ഇതിനകത്ത് ഇപ്പോൾ ഒരു 300 ഗ്രാം ഉണ്ട്. 4 കിലോയ്ക്കല്ലേ എടുത്തേക്കണം. 300 ഗ്രാമിന് അടുത്തുണ്ടാവും. പിന്നെ ഒരു 150 ഗ്രാം ചെറിയുള്ളി. ശരിക്കും പറഞ്ഞാൽ ചെറിയുള്ളിയിലാണ് ശരിക്കും കൂടുതൽ ഉണ്ടാക്കേണ്ടത്. നമുക്ക് നമ്മളൊരു എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അതിലേക്ക് വരുന്നത്. ഇഞ്ചി പച്ചമുളക്, പിന്നെ പച്ചമുളക് കേട്ടോ. കുറച്ച് കറിവേപ്പില. ഈ പെരട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് 2-3 ദിവസം ഇങ്ങനെ ചൂടാക്കി തന്നെ എടുത്തു വെക്കാൻ പറ്റും. ഇരുന്നോളും. വീടുകളിലാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ പുറത്ത് നാശമാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദിവസം 2 കിലോ അല്ലെങ്കിൽ വീട്ടിൽ മേടിച്ചാൽ പോലും തീർന്നില്ല, എല്ലാവരും കഴിക്കണമെന്നില്ല ഒരു വീട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വീട്ടിലിരുന്നോളും. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചേട്ടൻ ഈ കുക്കിങ്ങിലോട്ടൊക്കെ പോകാനുള്ള കാര്യം? ഇല്ല, കുക്കിംഗ് ഒരു ഇഷ്ടമാണ്, കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് വന്നപ്പോൾ നമ്മൾ ചെറിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം പിന്നെ ചെറിയ ഐറ്റംസ് അവിടെ ആഡ് ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്ക് വേറെ വഴിയില്ല, ഈ പണിക്കാരുടെ ലഭ്യതക്കുറവും എല്ലാം ആയപ്പോൾ എനിക്കിത് പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അതിനകത്തേക്ക് വന്നതാണ്. രസമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളൊരു ഇഷ്ടത്തിൻ്റെ പിന്നാലെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഇഷ്ടത്തിൻ്റെ പിന്നാലെ മുന്നോട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ നമ്മൾ നോക്കണില്ല. എന്നെങ്കിലും ഒരു ദിവസം ഇപ്പം നിങ്ങളിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ തേടി വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറകിലെടുത്ത എഫർട്ട് തന്നെയാണ്. ഹാർഡ് വർക്ക്, എഫേർട്ട്, എത്രയോ ബുദ്ധിമുട്ട്. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്കില്ലാതിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. നാട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതിരുന്നു, കൂട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതിരുന്നിട്ട്. എന്നിട്ടും നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളതങ്ങനെ നിലനിർത്തി. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ഫുഡ് കൊടുക്കണം. അപ്പോൾ നല്ല ഫുഡ് കൊടുക്കാൻ ഞാൻ തന്നെ അതിനകത്ത് പല പല കാര്യങ്ങൾ ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. നമുക്കെപ്പോഴും മുന്നിൽ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി. കാരണം ആള് ചെയ്ത പോലെ തന്നെയാണ്. അവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഒരു അംബീഷൻ എന്താണ്, അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടോ നഷ്ടം ഇതുണ്ടോ എന്നൊന്നും നോക്കണില്ല. നമ്മളിത് പ്രോഫിറ്റ് മോയിച്ചിട്ട് നടത്തിയെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ നിർത്തി പോകേണ്ട കാലം കഴിഞ്ഞു. കൂടുതലും പോർക്കാണോ ചേട്ടൻ പ്രിപ്പയർ ചെയ്യുന്നത്? അല്ല, ഞാനെല്ലാം പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഞാൻ വെജിറ്റേറിയൻ ആണ്, ഒന്നും കഴിക്കില്ല. എല്ലാം ഞാൻ ഉണ്ടാക്കും. ഇത്രയും നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കിയാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ലല്ലേ? ഇല്ല, അത് എന്താണെന്നറിയാം, നമ്മൾ കഴിച്ചോണ്ടിരുന്ന ആളാണ്, ഞാൻ നിർത്തിയതാണ്, കഴിപ്പ് നിർത്തിയതാണ്. ഗരം മസാലയും മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി ഉണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഇത്രയും ഐറ്റംസ് ഇതിനകത്ത് വരുന്നുള്ളൂ. ഇനി ഈ മസാലയും കൂടെ കിടന്ന് പോകുമ്പോൾ ആയിക്കോളും. ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറി കിട്ടിയാൽ മതിയാവും. ശരിക്കും പറഞ്ഞ് ഇത് ചെയ്യേണ്ടത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ചെയ്യാറ് ശരിക്കും. അപ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറിൽ തന്നെ കളർ ടോൺ തന്നെ മാറും, ബ്ലാക്ക് കളറിലേക്ക് വരും. ചെറുതായിട്ടൊന്ന് മൂക്കണം. നമുക്കിവിടെ പോർക്കിൻ്റെ തന്നെ പോർക്ക് ബാർബിക്യൂ ഉണ്ട്, പോർക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്, ചില്ലി പോർക്ക്, പോർക്ക് ഡ്രൈ ഫ്രൈ, പോർക്കിന്റെ കുറേ വിഭവങ്ങളുണ്ട് കേട്ടോ. ചേട്ടൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാർ കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നത്. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ എത്ര നമ്മുടെ ടേസ്റ്റിന് എത്ര ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, പുറത്തേക്ക് കൊടുക്കാൻ പറ്റണ്ടേ. ഈ അങ്കമാലിക്കാരുടെ ഏറ്റവും പോർക്കിന്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി എന്തുവാ? അതിനകത്ത് ഇവിടെ അങ്കമാലിയിൽ പോർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മുരിങ്ങയില്ലേ, മുരിങ്ങയുടെ തോല് ചെത്തിയിടും.
ഈ പോർക്കിന് ഒരു ചെറിയ കക്ക് വരും, ചെറിയൊരു കക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പൊ അതൊക്കെ ഇത് വലിച്ചെടുക്കും, സക്ക് ചെയ്ത് ടേസ്റ്റ് കൂടും. അപ്പം പിന്നെ അങ്കമാലിക്കാർക്ക് എന്തും പോർക്ക്, സിനിമയിൽ പറഞ്ഞ പോലെ പോർക്കിനകത്ത് മെറ്റൽ വരെ ഇട്ട് പോർക്ക് വയ്ക്കുന്ന പറയില്ല, അതുപോലെ എല്ലാം ഉണ്ടാവും അതിനകത്ത്. പോർക്ക് ഇടുക കേട്ടോ. പോർക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്ന് പെരട്ടി വെക്കും. ബോയിൽ ചെയ്തതാണോ? അല്ലല്ല, ഇത് ബോയിൽ ചെയ്തിട്ടില്ല, മഞ്ഞപ്പൊടി പെരട്ടി വയ്ക്കുന്ന നമ്മൾ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കുറയ്ക്കണം. ഇവിടെ പോർക്കല്ലാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ബീഫ്, ചിക്കൻ, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ഫിഷ് നമുക്ക് വളരെ കുറച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഫിഷ് അധികം വേണ്ട. ബീഫും കുറച്ചേ പോകുന്നു, കാരണം അതെല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പോർക്കാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ, അങ്കമാലി കല്യാണത്തലേന്ന് ഒരു ഊണ്. അങ്കമാലി കല്യാണത്തലേന്ന് ഊണൊരു ഊണുണ്ട്. അതെന്താ, ഓരോ നാട്ടിലും ഓരോ ട്രഡീഷണൽ മീൽസ് ഉണ്ടായിരുന്നു. അതായത് എല്ലാ നാടുകളിലും കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ഫുഡ് ഉണ്ടാവും. അതിപ്പോ ഇവിടുന്ന് തൊടുപുഴ സൈഡിലേക്ക് പോവാണെങ്കിൽ എല്ലും കപ്പയും, അങ്ങനെ ഓരോ നാട്ടിലും ഓരോന്നാണ്. കോഴിക്കോട് സൈഡിലും ഉണ്ടാവും. അപ്പൊ അങ്കമാലിയിൽ നമുക്ക് കല്യാണത്തലേന്ന് കിട്ടുന്നത് പോർക്ക് കൂർക്ക, പോർക്ക് കായ, ബീഫ് കായ. ഇത് അല്ല, എല്ലാം അല്ല, പോർക്കിന്റെ ഒരു ഐറ്റം ഉണ്ടാവും, ബീഫിന്റെ ഒരു ഐറ്റം ഉണ്ടാവും, പിന്നെ ചിക്കൻ ഉണ്ടാവും. ചിക്കൻ്റെ പീസായിട്ട് ചിക്കൻ പാർട്സ് എന്ന് പറയും. ചിക്കനകത്ത് വരുന്ന മറ്റുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ ഒരു കറി ഉണ്ടാവും. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അങ്കമാലി കല്യാണത്തിന്റെ തലേ ദിവസം ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ചിക്കൻ്റെ ഇത് വെക്കാൻ പറ്റില്ല, കാരണം എല്ലാ ആൾക്കാർക്കും ചിക്കൻ്റെ ഒരു ചിക്കൻ പാർട്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ നമ്മൾ അതിന് പകരം ചിക്കൻ്റെ അത് മാറ്റിയിട്ട് ചിക്കൻ ഫ്രൈ വെക്കുന്നുണ്ട്. പിന്നെ ഫിഷ് ഉണ്ട്, കപ്പയുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കല്യാണ സദ്യ ആയിട്ട് തന്നെയാണ് ശരിക്കും. അത് അങ്കമാലി വന്നൊരു കല്യാണ സദ്യ കഴിക്കുന്ന ഒരു എഫക്റ്റ് തന്നെയാണ്. അപ്പൊ അതിനേക്കാളും നമ്മളൊരു നല്ലൊരു പേര് കിട്ടും, അങ്കമാലി കല്യാണ തലേന്ന് തോന്നുന്നു. ആ ആൾക്കാർക്ക് പെട്ടെന്നത് ഇന്നും ഓർത്തിരിക്കാനായിട്ടേ. ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും കൊടുക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി കൂടെ പോകുന്നവർക്ക് ഒരു കല്യാണ സദ്യ കഴിക്കാൻ ഒരിടം, അല്ലെങ്കിൽ നമ്മളിവിടെ ആരെങ്കിലും കല്യാണം വിളിക്കണം. അല്ലെങ്കിൽ പണ്ടെപ്പോഴും എല്ലാവരും പറയും, പണ്ട് അങ്കമാലിയിൽ വന്നൊരു കല്യാണം. ഞാൻ എവിടെ പോയാലും കേൾക്കുന്ന ഒരു വാക്കതാണ്. പണ്ട് ഞാൻ അങ്കമാലി വന്നപ്പോൾ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ട്, അവിടുത്തെ മാങ്ങാക്കറി സൂപ്പറാന്ന് പറയും. അപ്പൊ എല്ലാവരും മനസ്സിലും മാങ്ങാക്കറിയും പോർക്കും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളതിനൊരു നല്ലൊരു പേരിട്ട് കൊടുത്തു എന്ന് മാത്രം. അതിന് നല്ല ആളാട്ടോ, അത് നല്ല ആൾക്കാരുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിന് വലിയ വേവ് വേണ്ട, നല്ലൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പോർക്ക് വേവും. പിന്നെ ആ മസാല പോർക്കിലേക്ക് പിടിക്കാനാണ് നമ്മളൊരു അരമണിക്കൂറും കൂടെ കൊടുക്കുന്നത്. നല്ല തിക്ക് ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല, ടൈറ്റ് ആയിട്ട് മസാലയും പോർക്കും മാത്രമായിട്ട് വരും. നമ്മളിപ്പോ ഇവിടെ എത്ര കിലോ പോർക്കായിരിക്കും ഒരു ഡേ ഇവിടുന്ന് പോണത്? ഡെയിലി നമുക്കൊരു 30-35 കിലോ പോർക്ക് ഡെയിലി വരുന്നുണ്ട്. അത് സൺഡേ സാറ്റർഡേ ആകുമ്പോൾ പിന്നെയും കൂടും. പക്ഷെ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ച് വെക്കില്ല, രാവിലെ ഇതെല്ലാം കൂടെ മേടിക്കുക. രാവിലെ ഒരു ഇന്നിപ്പോൾ 24 കിലോ വന്നിട്ടുണ്ട്, അത് തീരുന്നതിനനുസരിച്ചേ മേടിക്കുള്ളൂ. പിന്നെ നമുക്ക് തൊട്ടടുത്ത് കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് വരും. 7 മണിയാകുമ്പോൾ 7 മണിയാകുമ്പോൾ നമ്മളിവിടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. 11 മണി തൊട്ട് നമ്മൾ കൊടുത്തു തുടങ്ങും. എത്ര മണി വരെ ഉണ്ട്? രാത്രി 10 വരെ ഉണ്ട്. അപ്പം നമുക്കൊരു ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ എന്താ? ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഊണ് ഉച്ചയ്ക്ക് 2:30-2:30 ഉള്ളത് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ഊണിന്റെ പരിപാടിയില്ല. ഈ കല്യാണ തലേന്ന് ഊണൊക്കെ അതോടുകൂടി തീരുകയാണ്. പിന്നെ വരുന്നത് ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, പുട്ട്, ഫ്രൈഡ് റൈസ്, എല്ലാ ടൈപ്പ് ഫ്രൈഡ് റൈസും ഉണ്ട്. അതുപോലെ പിന്നെ ചൈനീസിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിനകത്ത് എല്ലാം പോർക്ക് തന്നെയാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ പോകുന്നതും പോർക്ക് തന്നെ. പോർക്കാണ് പോകുന്നത്. അത് നമ്മളെ അന്വേഷിച്ച് പല ആൾക്കാരും പല നാടുകളിൽ നിന്നും വരും. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ UK നിന്ന് പോലും എന്നെ പുറപ്പെടുമ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നാളെ ഇത്ര മണിക്ക് എയർപോർട്ടിൽ വരും, ഇത്ര മണിക്ക് ഫുഡ് തന്നേ പറ്റുള്ളൂ. ഇതൊന്നും എന്തോട്ടെ, നമുക്ക് ഞാനൊരു വാഴയിലിട്ടൊന്ന് അടച്ച് വെക്കാം. വാഴയിലിട്ട് അടച്ച് വെക്കാം.
അപ്പം നമ്മുടെ ഇതൊന്ന് ഏകദേശം ആയി വരുന്നത് തിളച്ച് വരുന്നുണ്ട്. അതുപോലെ വെന്തിട്ടില്ല എങ്കിലും ഒന്ന് കുറുകി വരണം. ഇത് വെള്ളം വറ്റി വരുമ്പോൾ അത് കറക്റ്റായിട്ട് വേവും. അതാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. എത്ര നേരം എടുക്കും ഇനി നമുക്ക് ഇന്ന്? ഇതിനൊരു അരമണിക്കൂർ മണിക്കൂറോളം എന്തായാലും എടുക്കും. ആ വെള്ളം വറ്റണം. അത് ചെറിയ തീയിൽ തന്നെ ഇരുന്ന് വറ്റണം. എന്നാലും ആ മസാല അതിനകത്ത് പിടിക്കുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഇത് ഫയർ കൂട്ടിയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. പക്ഷെ അത് വേവില്ല. പിന്നെ നമ്മൾ വേറെ വെള്ളം ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും. ഇതിനൊരു ഗുണം എന്താ വെച്ചാൽ ഈ പുറക്കിനകത്ത് നെയ്യുണ്ട് കണ്ടോ. ആ നെയ്യ് അതിനകത്ത് തന്നെ കിടന്ന് ആയി വരണം. ഇത് കാളിപ്പുറക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് വെക്കുമ്പോൾ തന്നെ ഈ ഒരു സ്മെല്ല് വന്നുകൊണ്ടായിരിക്കും നെയ്യ് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടോ. അപ്പോൾ അത് ഇരിക്കട്ടെ, അത് ഒന്നായി വരട്ടെ. നമ്മുടെ പോർക്കിന്റെ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ മുകളിലിട്ടേക്കുന്ന ഇല ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ചുരുണ്ടായിരിക്കാൻ പോകും. ഇപ്പോൾ നമ്മൾ 3-4 പ്രാവശ്യം മാറ്റിയത് കണ്ടോ. ഇപ്പോൾ ഇത് നല്ല ആ മസാല ഇത് മാത്രമായി. ഇതാണ് നമ്മുടെ പോർക്ക് പെരട്ട്. അതും ഇത് നല്ല കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വീടുകളിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണത്. വരുന്ന ആർക്കെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഇത് കൂടുതലും ചോറിൻ്റെ കൂടെ ആണോ നല്ലത്, അതോ വേറെ പൊറോട്ടയുടെ കൂടെ ആയാലും. പൊറോട്ടയുടെ കൂടെ ചില ആൾക്കാർക്ക് നല്ല ഗ്രേവി വേണം, ചില ആൾക്കാർക്ക് ഗ്രേവി കുറച്ച് മതി. അങ്ങനെയുള്ളവർക്ക് ഇത് ബെസ്റ്റാണ്. ശരിക്കും പോർക്കിൻ്റെ ഈ പൊറോട്ടയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ബീഫ് ഫ്രൈ ഒക്കെയാണ് ഏറ്റവും ടേസ്റ്റ്. അത് ആൾക്കാർക്ക് ഇത് അറിയാത്തതുകൊണ്ട് ഗ്രേവി എന്ന് പറയും. ബീഫ് ഫ്രൈയും പൊറോട്ടയും കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. അതുപോലെ അതിനകത്തേക്ക് പൊറോട്ടയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഐറ്റം തന്നെ. പുട്ടാണെങ്കിലും അടിപൊളിയാണ്. പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പറാണ്. ചെറിയൊരു ഗ്രേവി ടെസ്റ്റ് ഉള്ളു. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ 2 ടൈപ്പ് മീറ്റ് ഉണ്ടാവും കേട്ടോ. പുറക്കിന്റെ പ്രത്യേകത അതാണ്. ഇത് പുറം മീറ്റാണ് വരുന്നത്. ഇത് നെയ് പോലത്തെ ഒരു പീസാണ്. നെയ് പീസ് വരുന്നത്. അതല്ലാത്ത മീറ്റായിരിക്കും ഈ ഒരു മീറ്റ്. അപ്പോൾ നമ്മൾ അങ്കമാലിയിലെ പോർക്ക് പെരട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യട്ടെ? പിന്നെ നേരിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതായത് സോഫ്റ്റ് ആക്കി എടുക്കുന്നതാണ് ആ പോർക്ക്. മസാല എല്ലാം കൂടെ ആ നെയ്ക്കകത്ത ഗ്രേവി ഇല്ലേ, അതിന്റെയാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പം വീട്ടിലാണെങ്കിലും കുറച്ച് നേരം ഒന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ, എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള ഇടയ്ക്ക് കൊടുത്താൽ മതി. ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇതിന് വേണ്ടി ചെലവഴിക്കണമെന്നേ ഉള്ളൂ. എന്നാലും വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അങ്കമാലിയിലേക്ക് വരുന്ന എല്ലാവരും ഇവിടുത്തെ കുറേ ബീഫ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ കിടിലൻ ഐറ്റവും ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരണം. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറെ ഡിഷുമായിട്ട് കാണുന്നത് വരെ ബൈ. ഓക്കെ ബൈ. താങ്ക് യു.